നിങ്ങൾ ഈ സിനിമ ഓർക്കുന്നുണ്ടോ? ഞാനിത് ഓർത്തിരിക്കാനുള്ള കാരണം ഇത് എന്റെ നാട്ടിൽ വെച്ച് ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടാണ്. എന്റെ നാടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്ത്. അതും എന്റെ നാടെന്ന് പറയാലോ അല്ലേ? അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇത്രയും അടുത്ത് ഒരു സിനിമാ ചിത്രീകരണം നടക്കുന്നു എന്ന വാർത്ത ഞാൻ ആദ്യമായി കേട്ടത് ഈ പടത്തെക്കുറിച്ചായിരുന്നു. അപ്പൊ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പൊയിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. സിനിമയുടെ പേര് മയൂഖം. സംവിധാനം ചെയ്തിരിക്കുന്നത് ലെജൻഡറി ഡയറക്ടർ ഹരിഹരൻ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 86-ലെ പഞ്ചാഗ്നി മുതൽ അദ്ദേഹം സംവിധാനം ചെയ്ത മിക്ക സിനിമകളും എഴുതിയിരിക്കുന്നത് MT ആണ്. എന്നാൽ MT ഇല്ലാതെ അദ്ദേഹം ചെയ്ത ചുരുക്കം ചില സിനിമകളിൽ ഒന്നാണ് ഇത്. എന്നാൽ ഇത് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, ആള് തന്നെയാണ്. പിന്നെ ഇതിലെ പാട്ടുകൾ ഈ ഗ്രാമീണതയും ഗൃഹാതുരത്വവും ഒക്കെ ഒറ്റയടിക്ക് സർവ് ചെയ്യുന്ന ടൈപ്പ് പാട്ടുകളായിരുന്നു ഈ പടത്തിലേത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വൈശാലിയും വടക്കൻ വീരഗാഥയും സർഗവും ഒക്കെ ചെയ്ത ബോംബെ രവി. ഒരു നശിക്കാറായ ഒരു ഇല്ലവും അവിടുത്തെ അഭ്യസ്ത വിദ്യനും എന്നാൽ തൊഴിലില്ലായ്മ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇതിലെ നായകൻ. ഈ ജീവിത സാഹചര്യങ്ങൾ ആളെ ഓൾമോസ്റ്റ് ഒരു ആന്റി സോഷ്യലാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് തന്റെ പഴയകാല ചങ്ങാതിയായ നായിക ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്നതും ആകെ മാറിപ്പോയ തന്റെ കൂട്ടുകാരനെ കാണുന്നതും. ഇവർ രണ്ടുപേരുടെയും കഥയാണ് ഈ സിനിമ. കാര്യം നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു ഔട്ട്റൈറ്റ് കൊമേഴ്സ്യൽ സിനിമ എന്ന നിലയ്ക്ക് ഈ പടം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ വല്ലാണ്ട് മാറിപ്പോയ നമ്മുടെ ഇപ്പോഴത്തെ നാടും പരിസരവും ആളുകളുടെ മൈൻഡ് സെറ്റിൽ നിന്നുമൊക്കെ മാറി നിങ്ങൾക്കൊരു 20 വർഷം പുറകിലോട്ട് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു നോക്കാം. പിന്നെ ഇതിലെ നായകനെയും നായികയെയും കുറിച്ച് പറയണ്ടല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ടുപേരുടെയും അരങ്ങേറ്റമായിരുന്നു ഈ സിനിമ. രണ്ടുപേരും പിൽക്കാലത്ത് മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരങ്ങളായി മാറുകയും ചെയ്തു.